ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യോഗ ടിപ്സ് ബൈ സൗമിനി. എല്ലാവരും എൻ്റെ എക്സസൈസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്ന് ചെയ്യുന്ന എക്സസൈസ് കൂടുതൽ അങ്ങനെ വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. എന്തായാലും എക്സസൈസുകൾ തന്നെയാണല്ലോ. നമ്മൾ ഇന്ന് ചെയ്യുന്ന എക്സസൈസ് കഴുത്ത്, കണ്ണ്, കൈകള് ഒക്കെ ഒന്ന് നന്നായിട്ട് ചലിപ്പിച്ചുകൊണ്ടുള്ള ഒരു എക്സസൈസ് ആണ് ചെയ്യുന്നത്. ശരീരത്തിൽ നല്ലൊരു വലിച്ചിൽ കിട്ടി നല്ലൊരു രക്തോട്ടം കിട്ടാൻ വേണ്ടിയിട്ട്, ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എക്സസൈസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. പിന്നെ ആദ്യം നമുക്കൊന്ന് ബ്രീത്ത് എക്സസൈസ് ചെയ്യാം. ഒരു സാധാ ബ്രീത്ത് എക്സസൈസ്. അപ്പൊ നമ്മൾ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കൈയൊക്കെ ഫ്രീ ആക്കിയിട്ട് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വയറ് പൊങ്ങി വരണം. ബ്രീത്ത് എടുക്കുന്ന നേരം, ബ്രീത്ത് വിടുന്ന സമയത്ത് വയറ് നന്നായിട്ട് നട്ടലിനോട് ഒട്ടിയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ബ്രീത്ത് എക്സസൈസ്. അപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് സമയം നന്നായിട്ട് പിന്നെ ബ്രീത്ത് എടുക്കുക. എന്നപ്പം വയറ് പൊങ്ങി വരണേ. അതായത് ബ്രീത്ത് എടുക്കുന്ന സമയം നന്നായിട്ട് വയറ് പൊങ്ങി. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ബ്രീത്ത് എടുക്കുന്ന വയറിങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത്. അതുപോലെ വയറിങ്ങനെ പൊങ്ങുകയും അതുപോലെ നട്ടലിനോട് അമരുകയും ചെയ്യണം. അങ്ങനെ അതാണ് ശരിയായ ബ്രീത്ത് എക്സസൈസ്. ചിലർ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് വയറ് ആദ്യം എടുക്കുന്ന സമയത്ത് ഒട്ടിച്ചെടുക്കും, പുറത്തു വിടുന്ന സമയത്ത് വയറ് വീർപ്പിച്ചെടുക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എടുക്കുന്ന സമയത്ത് വയറ് വീർപ്പിച്ചിട്ടും ഒഴിവാക്കുന്ന സമയത്ത് വയറ് നട്ടലിനോട് ഒട്ടിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ ചെയ്തതിനെക്കാട്ട് കൂടുതൽ ടൈം നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമ്മൾ ചെറുതായിട്ട് കഴുത്തിന്റെ, കണ്ണിന്റെ, കൈയിന്റെ എക്സസൈസ് നമ്മൾ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് നന്നായിട്ട് കഴുത്തിന്റെ എക്സസൈസ് കുറച്ച് സമയം ഒന്ന് ചെയ്യാം. കൂടുതൽ പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അങ്ങനെ ചെയ്യാം. ആർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്യാതെ. റെഡി? 1 2 3 4 5. ഒരു പ്രാവശ്യമാണ് എടുത്തത്. 5 പ്രാവശ്യം വീതം. ഇനി ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടും. 1 2 3 4 5. ഇനി അതിന് പകുതി റൗണ്ട് ആയിട്ട് ഒരു എടുക്കുക. അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെയും എടുക്കുക. പിന്നെ ഫ്രണ്ടിൽ കൂടെയും. റെഡിയാ? ലെഫ്റ്റിൽ നിന്ന് തുടങ്ങുക. 1 2 3 4 5. നേരെ വരിക. എന്നിട്ട് റൈറ്റിലൂടെ, ഫ്രണ്ടിലൂടെ. 1 2 3 4 5. നേരെ വരിക. കഴുത്തിന്റെ കഴിഞ്ഞ് കണ്ണിന്റെ എക്സസൈസ് എടുക്കാം അല്ലെ? ചെയ്യാം. കണ്ണ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ മേലോട്ട് നേരെ ഫ്രണ്ടിലോട്ട് നോക്കിയിട്ട് കഴുത്ത് ഇങ്ങനെയും ചെയ്യാതെ നേരെ ഫ്രണ്ടിലോട്ട് നോക്കിയിട്ട് 1 2 3 4
അതായത് കണ്ണിന്റെ ദൃഷ്ടി മേലോട്ടും കണ്ണിന്റെ ദൃഷ്ടി താഴോട്ടായിട്ടും നേരെ നിൽക്കണം. എന്നിട്ട് കഴുത്ത് ഇങ്ങനെ ആക്കരുത്, നേരെ നിന്നിട്ട് 1 കണ്ണിന് കാഴ്ച കിട്ടും. നന്നായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കാഴ്ച കിട്ടും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ. സ്റ്റാർട്ടാണ്. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. അതൊരു ട്രിപ്പ് ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഇനി അടുത്തത് കണ്ണട അവിടെ ഇരിക്കട്ടെ, കണ്ണട അല്ലാണ്ട് ചെയ്യാം. നമ്മൾ അടുത്തത് ഈ 2 കൈ ഇങ്ങനെ ഈ സൈഡിലേക്ക് പിടിച്ചിട്ട് ഇത്രയും അകലത്തിൽ പിടിച്ചിട്ട് ഈ നേരം മുന്നോട്ട് നോക്കിയിട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. അത് കഴിഞ്ഞ് നേരെ താഴോട്ടും മേലോട്ടും നോക്കുക. കൈയിന്റെ മുകളിലേക്ക് നോക്കണേ. 1 നേരെ നിന്നിട്ട് നമ്മൾ ഫ്രണ്ടായിട്ട് നേരെ നിന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും അകലത്തിൽ കൈ വെച്ചിട്ട് താഴോട്ട് മേലോട്ടും 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. കഴിഞ്ഞില്ലേ? നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും ദൂരത്തിൽ നമ്മളെ ഇത്രയും ദൂരത്തിൽ ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് നേരെ നിൽക്കുക. എന്നിട്ട് 1 2 അപ്പൊ ഇങ്ങോട്ട് നോക്കുക അങ്ങോട്ട് നോക്കുക, കണ്ടുകൊണ്ട് മാത്രം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. കഴിഞ്ഞു. ഇനി അത് നേരെ തിരിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഓപ്പോസിറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ നിന്നിട്ട് തേൽസം മുന്നോട്ട് വെക്കണേ. 1 2 3 4 ഈ വിരലിന്റെ അറ്റത്തേക്ക് നോക്കണേ. 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഇപ്പൊ കണ്ണിന്റെ എക്സസൈസുകൾ കഴിഞ്ഞു. ഇനി കൈയിന്റെ എക്സസൈസുകൾ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഇനി കൈ
1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഇനി കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് 1 2 റൈറ്റിലോട്ട് 2 3 4 5 6 7 8 9 10. ലെഫ്റ്റ് തിരിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. നേരെ ഇത് ഇടത്തെ കൈ 1 പിടിക്കുക 1 2 3 4 5 6 7 8 9 10. ഇനി നേരെ തിരിച്ച് 1 2 3 4 5 6 7 8 9 10. ഇനി അടുത്തത് ഇങ്ങനെ കൊടുക്കുക. കണ്ടില്ലേ? ഇങ്ങനെ കണ്ടില്ലേ? 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 9 10. ഇങ്ങനെ കുറെ സ്പീഡിൽ ചെയ്യാം. കൈക്കൊക്കെ നല്ലൊരു കടച്ചിൽ പോലെ തോന്നില്ല. എന്നപ്പോ അതെന്താ വെച്ചാൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആ കടച്ചിൽ വരുന്നത്. നമ്മൾ കൈ ഒന്ന് 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. One, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി കാലിന് കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നല്ലൊരു സ്ട്രെച്ചിങ് കൊടുക്കുക. ബട്ടക്സ് ബാക്കിലോട്ട് തള്ളി വിട്ടിട്ട് 1, 2, 3, 4, 5,
6, 7, 8, 9, 10. അഞ്ച് പ്രാവശ്യം. ഇനിങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ട് ഒരു 10 തവണ എണ്ണീട്ട് കാല് പൊക്കി പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെ സ്ട്രെച്ചിങ് കൊടുത്തിട്ട് നല്ലൊരു ബ്രീത്ത് എക്സസൈസും കൊടുത്ത് ഇവിടെ മെഡിറ്റേഷനും ചെയ്ത് എക്സസൈസ് അവസാനിപ്പിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇതിന്റെ ബാക്കി അങ്ങോട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്തത് കണ്ണ്, കഴുത്ത്, തല, കൈ എല്ലാം കൂടെ ഉള്ള ഒരു എക്സസൈസ് ആണ് ചെയ്തത്. പിന്നെ എല്ലാവരും എക്സസൈസ് ചെയ്യാം, എന്നോടൊപ്പം ചേരുക, എന്നിട്ട് എന്നോടൊപ്പം എക്സസൈസുകൾ ചെയ്യുക. രാവിലെ ഈ വീഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒരു 10, 20, ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ തന്നെങ്കിലും ഒരു എക്സസൈസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാം. പിന്നെ അരക്കെട്ടിലെ ഫാറ്റ് കുറയ്ക്കാം. പിന്നെ ഒരുപാട് തടിയായിട്ട് നടക്കുന്നതിനേക്കാൾ നല്ല ഇപ്പോഴൊക്കെ ഒരു സ്ലിം ആയിട്ട് നടക്കുന്നതാണ് നല്ലത്. മുമ്പ് കാലത്തൊക്കെ നമുക്കൊരു നല്ല തടിയൊക്കെ അല്ലെങ്കിൽ ഒരു ആരെയും കാണുമ്പോൾ ഒക്കെ ഉള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും ഒത്തൊരു ശരീരമായിട്ട് നടക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് എല്ലാവരും രോഗങ്ങൾക്ക് കുറവും ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലൊരു വലിയൊരു രോഗാവസ്ഥ അല്ലാത്ത ഒരു നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് എക്സസൈസുകൾ ചെയ്യുകയും നന്നായിട്ട് ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവട്ടെ. നല്ല സന്തോഷകരമായ ഒരു ജീവിതം, നല്ലൊരു ആരോഗ്യം നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ യോഗ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.